കരമന അഖിൽ വധക്കേസിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ഇവർക്കായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ്. AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ജയശങ്കർ, അങ്ങനെ ഒരു വലിയ സംഘം, ഒരു ഗുണ്ട നെക്സസിനെ പിടികൂടിയിരിക്കുന്നു പോലീസ്. ഇവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണം. പ്രത്യേകിച്ച് ഒരു കേസിൽ വധക്കേസിൽ, ഒരു കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങി മറ്റൊരു കൊലപാതകം നടത്തുന്ന തരത്തിലേക്ക് അതിക്രൂരമായ കുറ്റകൃത്യം നടത്തിയ പ്രതികളാണ്. ഏതു തരത്തിലൊരു നടപടിയാണ് പോലീസ് മുന്നോട്ട് നോക്കുന്നത്? പ്രത്യേകിച്ച് അവരുടെ ജാമ്യം ഉൾപ്പെടെ റദ്ദാക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ടല്ലോ. ഗോകുൽ, തലസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ച ഒരു കേസിലെ പ്രതികളെയാണ് പോലീസ് 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട 8 പ്രതികളെയും പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ പ്രതികളും ഇതിൽ പിടിയിലാണ്. ഇന്ന് 5 പ്രതികളെയാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. ഇവരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്തായാലും പ്രതികളെ പൂർണ്ണമായും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തൊരു സാഹചര്യമാണ് ഉള്ളത്. കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങളുടെ ഭാഗമായി പോലീസ് നാളെ തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ പ്രതികൾക്കായി നൽകും. കസ്റ്റഡിയിൽ പ്രതികളെ വാങ്ങിയതിനു ശേഷം വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഇത് കേരളത്തിൽ മൊത്തത്തിൽ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു. അതിക്രൂരമായാണ് അന്ന് ഇവർ ഈ അഖിലിനെ കൊലപ്പെടുത്തിയത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അത് കാണാം. 1 മിനിറ്റോളം ഇയാളുടെ ദേഹത്ത് ഇവർ കത്തി ഉപയോഗിച്ച് കുത്തുകയും കല്ലുപയോഗിച്ച് ഇടിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിക്രൂരമായ സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇവരുടെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാനത്തെ പോലീസ് ഊണും ഉറക്കവുമില്ലാതെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് മുഴുവൻ പ്രതികളെയും പിടികൂടാനായത്. എന്തായാലും പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ നാളെ തന്നെ പോലീസ് കോടതിയിൽ നൽകും. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയും ഒപ്പം തെളിവെടുപ്പ് നടത്താനുമാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം. ഗോകുൽ, ശരി. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.